ശ്രീ കെ പ്രേംകുമാർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സർ, ഒറ്റപ്പാലം ഇൻഡോർ സ്റ്റേഡിയം എന്ന പ്രവൃത്തിക്ക് പുതുക്കിയ ഭരണാനുമതി നൽകി പ്രവൃത്തി ആരംഭിക്കാൻ കഴിയണമെന്നതാണ് സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത്. കായിക കേരളത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കായിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ജില്ലയാണ് പാലക്കാട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടെ തുടർച്ചയായി 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ ജില്ലയ്ക്കായിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി കായിക താരങ്ങളെ സംഭാവന ചെയ്ത പ്രദേശവുമാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിലവിൽ ഇൻഡോർ സ്റ്റേഡിയമില്ല. ഒറ്റപ്പാലം, മണ്ണാർക്കാട് താലൂക്കുകളിലും സിന്തറ്റിക് ട്രാക്കോ ഇൻഡോർ സ്റ്റേഡിയമോ നിലവിലില്ല. 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പാലക്കാട് ജില്ലയിൽ 5 അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് എന്ന സന്തോഷകരമായ കാര്യവും ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എന്നാൽ നേരത്തെ ബജറ്റിൽ അനുവദിക്കുകയും 6 ലക്ഷം രൂപ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾക്കായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒറ്റപ്പാലം ഇൻഡോർ സ്റ്റേഡിയം, അത് നേരത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ട ചില പരിമിതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്ഥലം ലഭ്യമായിട്ടുണ്ട്. ആ പ്രവൃത്തിക്ക് പുതുക്കിയ ഭരണാനുമതി നൽകി ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കണമെന്ന വിഷയം ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുകയാണ്. യെസ് മിനിസ്റ്റർ. സർ, 2017-18 സാമ്പത്തിക വർഷം മുതലാണ് മരാമത്ത് പണികളുടെ അടങ്കൽ തുകയുടെ 20% സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചു തുടങ്ങിയത്. ബജറ്റ് എസ്റ്റിമേറ്റുകളുടെ അനുബന്ധമായിട്ട് മരാമത്ത് വിവരങ്ങൾ ചേർത്തുകൊണ്ട്. സർ, ഒറ്റപ്പാലം സ്റ്റേഡിയം എന്ന പ്രവൃത്തിക്ക് 21-22 സാമ്പത്തിക വർഷത്തെ വർക്ക് അപ്പൻഡിക്സിൽ അടങ്കൽ തുകയായ 10 കോടി രൂപയുടെ 20% 2 കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വകയിരുത്തിയിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ നമ്മുടെ വകുപ്പിന് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവൃത്തിയുടെ നിർവഹണ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും കായിക വകുപ്പിലേക്ക് മാറ്റി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സർ, ഈ സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള 10 കോടി രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. സർ, അതിനകത്ത് ആവശ്യമായ ഉചിതമായ പോസിറ്റീവായ തീരുമാനം എടുക്കുന്നതാണ് എന്നറിയിക്കും.